ഹലോ, ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോകാനായിട്ട് ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും അദ്ദേഹത്തിൻ്റെ 2 പെങ്ങന്മാരും കുടുംബവുമാണ് ഇന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. ഞങ്ങൾ പോകുന്നത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാത്രിയിലുള്ള കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. ഈ മഞ്ഞ ചുരിദാറിട്ടതാണ് ഞങ്ങളുടെ മൂത്ത ചേച്ചി ആശ. ചേച്ചിയാണ് ഞങ്ങൾക്കുള്ള ഫുഡെല്ലാം റെഡിയായിക്കൊണ്ട് വന്നത്. ചപ്പാത്തിയും ബീഫ് റോസ്റ്റുമാണ് ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ഓരോരുത്തർക്കുമുള്ള പൊതി ചേച്ചി സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനൊക്കെ എളുപ്പമായിരുന്നു. കിളമ്പേണ്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അവരവരുടെ ബർത്തുകളിൽ ഉറക്കമായി. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോഴുള്ള കാഴ്ചകളാണിതൊക്കെ. ഇതെൻ്റെ ഹസ്ബൻഡും ചേച്ചിയുടെ ഹസ്ബൻഡുമാണ്. അവരൊക്കെ രാവിലെ എണീറ്റ് റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഉറക്കം എണീറ്റെങ്കിലും ഞങ്ങൾക്ക് എണീറ്റ് വരാൻ മടിയായി. ഞങ്ങളൊക്കെ ഇവിടെ ചെറുകൂടി കിടക്കുകയാണ്. രാവിലെ ഏകദേശം ഒരു 9:30 ഞങ്ങൾ ബാംഗ്ലൂർ റൈറ്റ് ഫീൽഡിലെത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ ഞങ്ങളുടെ അനിയനും വൈഫും വണ്ടിയുമായിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഈ മുൻപേ പോകുന്നതാണ് ഞങ്ങളുടെ അനിയൻ ബിനോയ്. അവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരു വണ്ടിയിൽ ലഗേജൊക്കെ കയറ്റി ചേട്ടനും ബിനോയും കൂടെ അങ്ങോട്ട് പോയി. മറ്റേ വണ്ടിയിൽ ഞങ്ങളെല്ലാവരും കയറി. ഇതാണ് ബിനോയുടെ വൈഫ് സന്ധ്യ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ അനിയൻ്റെ വീട്. ഇനി വരുന്ന ഒരാഴ്ച ഞങ്ങളിവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്തല്ലേ. അങ്ങനെ വീട്ടിലെത്തി റൂമുകളിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. വളരെ ടേസ്റ്റിയായ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് അവർ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കറങ്ങാൻ പോയി.
ഞങ്ങൾ ആദ്യം പോയത് മോൾ ഓഫ് ഏഷ്യയിലേക്കാണ്. ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ ഇതിനെ കൊണ്ട് എടുത്തോ. നമ്മളിതാ ഫിനിക്സ് മാളിലേക്ക് പ്രവേശിച്ചിരിക്കുക. നേരെ പിടിച്ചായിരിക്കും കിട്ടും. ഏഷ്യയിലെ ഏറ്റവും വലിയ മാളെന്ന് പറയപ്പെടുന്ന ഈ മാളിൻ്റെ മുമ്പിൽ ഒരു 100 മീറ്റർ പൊക്കമുള്ള ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ധാരാളം കാഴ്ചകൾ അകത്തുമുണ്ട്. ആ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കി ഓളൂടെ കൊടുക്കുക. എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.